നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ശനിയാഴ്ച ആണ് ആലുവയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെ, അതും 12 വയസ്സ് മാത്രം പ്രായമുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ മാതാപിതാക്കൾ കരുതി ഇപ്പോൾ വരുന്നു കരുതിയിരിക്കുകയാണ്. പക്ഷേ ഈ മകൾക്കൊരു കാമുകനുണ്ട്. കാമുകൻ എന്ന് പറഞ്ഞാൽ ഒരു കാമുകനായിട്ടില്ല, ഒരു ബോയ് ഫ്രണ്ട്സ്. അവന് 25 വയസ്സുണ്ട് പ്രായം. അതായത് പെൺകുട്ടി 12 വയസ്സാണെങ്കിൽ പെൺകുട്ടിയെക്കാളും 13 വയസ്സ് അവന് പ്രായമുണ്ട്. ഈ പെൺകുട്ടിയായിട്ട് ഇവൻ നേരത്തെ ട്രെയിൻ വെച്ച് പരിചയപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ ബേസിക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവന് ഒരു ലഹരിക്ക് അടിമയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ക്രിമിനൽ കുറ്റമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പരിചയപ്പെട്ട് രണ്ടാളും അങ്ങനെ പരിചയമായി. അങ്ങനെ ഒരു ദിവസം രാവിലെ പെൺകുട്ടീനെ കാണാതായി. അങ്ങനെ പെൺകുട്ടി വൈകുന്നേരം വരുമെന്ന് കണ്ടു, രാത്രി വരുമെന്ന് കണ്ടു, ഒന്നും ആയില്ല. അപ്പം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആലുവ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ ഒരു 4 അംഗ സംഘം ഈ കുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് തെരഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അന്വേഷണ സംഘം അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ പോലീസുകാർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് അവർ ഈ കുട്ടിയെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ ഇവർക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് മുഴുവൻ കാസർഗോഡാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് വഴിക്ക് അവിടെ ചെന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. എന്നാൽ കാസർഗോഡ് ചെന്നപ്പം അവർക്ക് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ലൊക്കേഷൻ കാണിക്കുന്നത് മംഗലാപുരമാണ്. അവരങ്ങനെ കാസർഗോഡ് നിന്ന് നേരെ മംഗലാപുരം പോയി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. 12 വയസ്സുകാരിയെ തേടി ഒരു കാറിൽ ഇവിടെ ആലുവയിൽ നിന്ന് തുടങ്ങിയ കുറച്ച് ഉദ്യോഗസ്ഥരുടെ യാത്ര അത് ഒടുവിൽ പൂനെയിൽ അവരെ കണ്ടെത്തുന്നതിലാണ് അവസാനിച്ചത്. ആ റിയൽ ലൈഫ് ആക്ഷൻ ഡ്രാമയിലെ കഥാപാത്രങ്ങളായ ഉദ്യോഗസ്ഥരാണ് എനിക്കൊപ്പം ഉള്ളത്. 96 മണിക്കൂറോളം ഞങ്ങൾ എടുത്തു. ശനിയാഴ്ച രാത്രിയാണ് മിസ്സായത്. ഞായറാഴ്ച ഉദ്ദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയായിരുന്നു. കുട്ടി 12 വയസ്സുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കുട്ടിയുടെ കൂടെ ഒരാളുണ്ടെന്ന് വൈകിയ വേളയിലാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയപ്പോൾ കാസർഗോഡാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചത്. അല്ലേ? അപ്പോൾ കാസർഗോഡ് ചെന്നപ്പം അവിടുന്ന് ലൊക്കേഷൻ കാണിക്കുന്നത് മംഗലാപുരമാണ്. നേരെ മംഗലാപുരം എത്തി. അവിടെ ചെല്ലുമ്പം ഈ കുട്ടിയെ കൊണ്ടുപോയവൻ്റെ പേര് എനിക്കത്ര അറിയത്തില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് നേരെ പൂനെയിൽ പോയി. പൂനെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്, മംഗലാപുരത്തുനിന്ന് പൂനെ. അപ്പോൾ ഒരു 3000 കിലോമീറ്ററിൻ്റെ അപ്പുറം ഇവർ താണ്ടി പോലീസുകാർ ഈ കുട്ടിയെ കണ്ടെത്താനായിട്ട്. പൂനെ ചെല്ലുമ്പം മംഗലാപുരത്ത് നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഗോവാഹട്ടിയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ തിരഞ്ഞ് ചെല്ലുമ്പോഴേക്കും അവിടുന്ന് പൂനെ ബോംബെ ധാരാവി ഗേറ്റ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പോഴാണ് സംഗതിയുടെ ടെസ്റ്റ് മാറുന്നത്. അവിടുന്ന് നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ പോലീസ് അവരെ തപ്പിപ്പിടിച്ചതിന് ശേഷം ബാക്കി അവിടുന്ന് പറയുകയാണ്. അങ്ങനെ നിസാമുദ്ദീൻ ഇവനെ കാണാനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ നിസാമുദ്ദീൻ്റെ ഉടമസ്ഥയിലാണ് ഇവനെവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അത് പോലീസുകാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ട്രേസ് ചെയ്തില്ല. ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ SP സാറിന് കാര്യം പറഞ്ഞു. SP സാറ് അപ്പോൾ തന്നെ സൈബർ സെല്ലിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പിന്നെ SP സാറും ഈ സൈബർ സെല്ലൊക്കെ ആയിട്ട് എപ്പോഴും കോർഡിനേറ്റ് ചെയ്ത് ഇവിടുന്ന് പോയി. കാസർഗോഡ് എത്തിയപ്പോൾ സമയത്ത് ഇവർ ഗോവ അടുത്തെത്തി. ഞങ്ങൾ മംഗലാപുരം ചെന്നു നോക്കുമ്പോൾ ഇവർ ലൊക്കേഷൻ ധാരാവി എത്തി, മുംബൈ ധാരാവി. പിന്നെ 8 മണിക്കൂറോളം യാത്രയുള്ള സ്പേസ് ഉണ്ടായിരുന്നു. യാത്രയിൽ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പുറപ്പെട്ടു. ധാരാവി എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡ് ഏരിയയാണ്. അവിടെ നിന്നൊക്കെ മിസ്സാകാൻ വളരെ ചാൻസ് ഉള്ളതുകൊണ്ട് കുട്ടിയെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എയിം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ലൊക്കേഷൻ വീണ്ടും കൊലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഈ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാളുടെ ഡൽഹിയിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞ കാരണം നിസാമുദ്ദീൻ കേരളത്തിൽ നിന്ന് പോകുന്ന നിസാമുദ്ദീൻ ട്രെയിനിൽ കയറി വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
അതെല്ലാം ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഞങ്ങളിവിടുത്തെ CI സാറോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ എവിടെ പോയാലും കുട്ടിയായിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ ക്ഷീണം നമുക്ക് പറഞ്ഞില്ല, തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ക്ഷീണമുണ്ട്, അത് മാറിക്കോളും. ഓക്കെ, അവർ പറയുന്ന പോലെ തന്നെ ലക്ഷ്യം കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി ക്ഷീണവും ആരോഗ്യവും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് യാത്ര ചെയ്തു. ഒടുവിൽ അവർ കുട്ടിയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് മനു മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്. നല്ല നന്മയുടെ പ്രതീകമായ പോലീസ് കഥയാണ് കണ്ണൂർ സ്ക്വാഡ് അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാവുന്ന ഒരു ഒന്നാന്തരം ചലച്ചിത്രാവിഷ്കാരം കൂടിയായിരുന്നു. ഇതിലൊരു നല്ല പാഠമുണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ വീരഗാഥയല്ല. കണ്ടല്ലോ, അങ്ങനെ അവിടുന്ന് പല അവിടുത്തെ പോലീസ് ഓഫീസർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. മുംബൈ ഈ പൂനെ പോലീസും അതുപോലുള്ള പോലീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം അവർക്ക് മെസ്സേജ് കിട്ടി. അങ്ങനെ നാലാ വഴിക്കും അന്വേഷണം നടത്തി അവിടുന്ന് തന്നെ പൂനെയിൽ നിന്ന് തന്നെ ഇവരെ പൊക്കിയെന്ന് മാത്രമല്ല ഇവിടെ കേരളത്തിൽ ആലുവയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ മുഖം കണ്ടറിയാൻ കള്ള ലക്ഷണമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇവൻ്റെ മുഖം കാണിക്കുന്നില്ല, കാരണം ടവലായിട്ട് ശരിക്കും അവൻ്റെ മുഖം കൂടി കാണിക്കേണ്ടിയിരുന്നു ആ വിദ്വാൻ്റെ, ആ കള്ളനായിൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫ്രോഡാണെന്നുള്ളത് ഉറപ്പിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം ഇവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ സ്നേഹം അധികം താമസിക്കാതെ ആ സ്നേഹം അസ്തമിക്കേണ്ടതായിരുന്നു. തക്ക സമയത്ത് നമ്മുടെ പോലീസുകാർ ഇടപെട്ടതുകൊണ്ട്, ആലുവ പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി. ഈ ധാരാവിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി അറിയാമല്ലോ. മോഹൻലാൽ ഒരു സിനിമയിൽ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അത് ആ സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് ശരി തന്നെയാണ്. അപ്പോൾ ഈ ധാരാവി എന്ന് പറയുന്ന സ്ഥലം ഒരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമാണ്. കാരണം അവിടെ പോയിട്ട് ആ കുട്ടി മിസ്സായിപ്പോയി. ആ കുട്ടീനെ ആരെങ്കിലും കൊന്നു കളഞ്ഞാൽ പോലും ചിലപ്പോൾ അറിയത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തൊക്കെ തെളിഞ്ഞു എന്ന് പറയാം, അത്രത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേരളം വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും അവരെയും ആ കുട്ടിയെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട്. അവൻ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്തിനാണ് അവൻ്റെ മുഖം കാണിച്ചുകൂടെ? ആ ജനങ്ങളൊന്ന് കാണട്ടെ, ആലുവയിലെ ജനങ്ങളും മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് കാണട്ടത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിലാണ് എനിക്ക് വിവരം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടത്. അപ്പോൾ ഇനിയുള്ള അച്ഛന്മാരും അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കുക. ആൺമക്കളായാലും പെൺമക്കളായാലും ഒക്കെ ശ്രദ്ധിക്കുക. പോയി കഴിഞ്ഞാൽ പോയതാണ്, പിടുത്തം വിട്ടുപോയി. മാതാപിതാക്കളൊക്കെ സ്നേഹം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കണ്ടവൻ്റെ സ്നേഹം വാങ്ങിക്കഴിഞ്ഞാൽ, വല്ലവൻ്റെ കയ്യിലിരിക്കുന്ന സ്നേഹം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പണി വാങ്ങും. ഇവർ കുട്ടീനെ സീറ്റിംഗ് ആക്കാനായിട്ട് കൊണ്ടുപോയതാണ്, അത് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നടന്നില്ല എന്ന് തോന്നുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അപ്പം മാതാപിതാക്കൾ സ്നേഹം കൊടുക്കുന്നില്ലെങ്കിൽ സ്നേഹം കൊടുക്കുക. അല്ലാതെ കണ്ണി കണ്ടവൻ്റെ കൂടെ ഒക്കെ പോയി കുട്ടി ചാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയാവും. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് പോയത് അറിയാമല്ലോ. അതുപോലൊരു സംഗതി ടെസ്റ്റാണ് ഇപ്പോൾ ഇത് വളരെ ചെറുപ്രായത്തിൽ തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ തന്നെ ആ കുട്ടി പോയി. ശരിയെന്നാ, എനിക്ക് ആലുവ പോലീസിനോട് എനിക്ക് വളരെ 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 ബിഗ് സല്യൂട്ട്, അഭിവാദ്യങ്ങളുണ്ട് എനിക്ക്. കാരണം നാരംഗ സംഘമാണെന്ന് തോന്നുന്നു. അവർ പോയി കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിൽ പോയത്തെ ആ രംഗമാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. അതുപോലെ ഒരു അന്വേഷണത്തിന് പോയതാണ് പോലീസുകാർ. അങ്ങനെ പോയി ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു, അവനെയും തിരിച്ചു കൊണ്ടുവന്നു. അവനിപ്പോൾ എന്ത് ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല, തുടർന്നുള്ള വാർത്ത കിട്ടിയില്ല. എനിക്ക് ഇന്നലെ കിട്ടിയ വാർത്തയാണ് ഇപ്പോൾ ഇത്. അത് നിങ്ങളുടെ അടുത്തൊന്ന് ഇൻഫർമേഷൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ശരി എന്നാൽ ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. സൈനിങ്.